Hello everyone, welcome to the new video of data analytics. Data analytics means unlocking the potential of data. Today I am here to discuss about AI related topics in commerce and management. Myself, Dr. Grishma Das MH, Assistant Professor and Head, Department of Commerce, ITSR, University of Calicut. ഇന്ന് നമ്മൾ AI റിലേറ്റ് ചെയ്തിരിക്കുന്ന അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റ് ചെയ്തിരിക്കുന്ന കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ ടോപ്പിക്കുകളെ പറ്റി പ്രൊജക്റ്റ് റിസർച്ച് ആർട്ടിക്കിൾ വർക്കുകളുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളെ പറ്റി പറയാനാണ് ഇന്നത്തെ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലെറ്റ് us start. First of all, we have to check what is the meaning of artificial intelligence. AI refers to the simulation of human intelligence in machines that are programmed to think, learn, and problem solve like humans. It encompasses a range of techniques and technologies designed to enable machine to perform tasks that typically require human intelligence. AI can be classified into two main types, narrow AI or weak AI, which is designed to specific tasks. And one more AI is called general AI, otherwise known as strong AI, which would have ability to perform any intellectual task that a human can. ഒരു മനുഷ്യന്റെ ബുദ്ധിവികാസത്തിനപ്പുറം ഒരു മെഷീനറിക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്രോബ്ലം സോൾവിംഗ് പ്രോസസ്സുകൾ അല്ലെങ്കിൽ തിങ്കിങ് പ്രോസസ്സുകൾ, അണ്ടർസ്റ്റാൻഡിങ് പ്രോസസ്സുകൾ, ഇതിനൊക്കെ കൂടി നമുക്കൊരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ഒരു മെഷീന് പ്രത്യേക ടാസ്കുകൾ അറേഞ്ച് ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യുന്ന രീതിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ പറയാം, നാരോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നും ജനറൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നും. നാരോ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ജനറൽ AI എന്ന് പറയുമ്പോൾ ആസ് എ ഹ്യൂമൺ, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏകദേശം എല്ലാ പ്രവൃത്തികളും ബുദ്ധിയോടുകൂടിയും പ്രത്യേക കഴിവുകളോടുകൂടിയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള AI-കളാണ് ജനറൽ AI എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ മീനിങ് ഓഫ് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ അഥവാ RPA. RPA is a technology that uses software robots or bots to automate repetitive rule-based tasks that were traditionally carried out by humans. നിങ്ങൾ എല്ലാവരും ടെലഗ്രാം ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയകളിലും ബോട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേകം AI-നെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷനെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ChatGPT പോലെയുള്ള കാര്യങ്ങൾ, അതിൽ നമ്മൾ എന്ത് ചോദിച്ചാലും അതിനൊരു ആൻസർ അവർ തിരിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക റോബോട്ടുകളുടെ സഹായത്തോടു കൂടി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ടെക്നോളജിയുടെ ഒരു പുതിയ ലോകം തുറന്നിരിക്കുന്നതാണ് റോബോട്ടിക് ഓട്ടോമേഷൻ അഥവാ റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ എന്നറിയപ്പെടുന്നത്. ദീസ് ടാസ്ക് ക്യാൻ ഇൻക്ലൂഡ് ഡാറ്റ എൻട്രി. ഇതിൽ ചെയ്യുന്ന ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡാറ്റ എൻട്രി, ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ആൻഡ് അതർ റൂട്ടീൻ ആക്ടിവിറ്റീസ്. RPA is characterized by its ability to mimic the action of a human interacting with a digital system. അതായത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ഒരു റോബോട്ടിക് ഓട്ടോമേഷൻ സഹായത്തോടു കൂടിയിട്ട് ഹ്യൂമൻ ഇന്ററാക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഡിജിറ്റലൈസ്ഡ് സിസ്റ്റം വഴി ചെയ്യുന്നു. മേക്കിംഗ് ഇറ്റ് എ വാല്യുബിൾ ടൂൾ ഫോർ ഇംപ്രൂവിംഗ് എഫിഷ്യൻസി ആൻഡ് ആക്യുറസി ഇൻ ബിസിനസ് പെർഫോമൻസ്. ഒരു ബിസിനസ് പ്രോസസ്സിന്റെ എഫിഷ്യൻസിയും ആക്യുറസിയും കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു വാല്യുബിൾ ടൂളായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, what is called machine learning. Machine learning is a subset of AI that focus on the development of algorithm and statistical models that enable computers to improve their performance on a specific task over time without being explicitly programmed. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ AI-യുടെ ഒരു സബ്സെറ്റ് തന്നെയാണ്. ഇത് അൽഗോരിതം ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുകളെയാണ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തത്. അതെങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, അതുകൂടാതെ തന്നെ ഇത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി ഒരു സ്പെസിഫിക് ടാസ്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളുടെ എംപ്ലോയ്മെന്റോട് കൂടി എങ്ങനെ ചെയ്തു തീർക്കാം എന്നുള്ളതാണ് മെഷീൻ ലേണിംഗിൽ കൂടുതലായിട്ടും ചെയ്യുന്നത്.
Machine learning involves the use of data to train models, allow them to recognize pattern. ഒരു മോഡൽ കണ്ടുപിടിക്കുന്നതിനും അതിനൊരു പാറ്റേൺ വെച്ച് റെക്കഗ്നൈസ് ചെയ്യുന്നതിനും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രഡിക്ഷൻ വരുത്തുന്നതിനും thereafter ഒരു ഔട്ട്കം റിലീസ് ചെയ്യുന്നതിനും മെഷീൻ ലേണിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. There are several types of machine learning. പലതരത്തിലുള്ള മെഷീൻ ലേണിംഗുകളുണ്ട്. ഒന്ന് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്, ഈച്ച് സ്യൂട്ടഡ് ടു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടാസ്ക് ആൻഡ് ഡാറ്റ. ഓരോ ടാസ്കിനനുസരിച്ചും ഡാറ്റയ്ക്കനുസരിച്ചും മെഷീൻ ലേണിംഗിനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളുടെ മീനിങ് പഠിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ ആൻഡ് മെഷീൻ ലേണിംഗ്. ഇനി നമുക്ക് ടോപ്പിക്കുകളിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതൊന്ന് സമ്മറി ആയി പറയാം. AI is the broader term of machines or system that can perform tasks acquiring intelligence. RPA, that is robotic process automation, involves using software robots to automate rule-based repetitive tasks. Machine learning is a subset of AI that focus on developing algorithms allowing machine to learn from data and improve their performance on specific tasks. Okay. First of all, we have to check what are the finance related topics of AI. First, നമുക്ക് ടോപ്പിക്കിന്റെ മെയിൻ ഹെഡിങ് പഠിക്കാം. അതിന്റെ താഴെ വരുന്ന സബ് ഹെഡിങ്ങുകൾ അല്ലെങ്കിൽ സബ് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ, അൽഗോരിതമിക് ട്രേഡിംഗ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിന്റെ അണ്ടറിൽ വരുന്ന സബ് ടോപ്പിക്കുകളാണ് പ്രഡിക്റ്റീവ് മോഡലിംഗ് ഫോർ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെന്റ്, ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഹൈ frequency trading strategies using machine learning. Risk management in algorithmic trading. രണ്ടാമത്തെ ഒരു ടോപ്പിക്കാണ് ക്രെഡിറ്റ് സ്കോറിംഗ് ആൻഡ് റിസ്ക് അസസ്മെന്റ്. അതിന്റെ സബായി വരുന്നു മെഷീൻ ലേണിംഗ് മോഡൽസ് ഫോർ ക്രെഡിറ്റ് വർത്തിനെസ് ഇവാലുവേഷൻ, എക്സ്പ്ലൈനബിൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ക്രെഡിറ്റ് സ്കോറിംഗ്, dynamic risk assessment using real-time data. കൂടാതെ fraud detection in financial transaction എന്ന് പറയുന്ന മൂന്നാമത്തെ ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്കുകളാണ് anomaly detection using machine learning, behavioral biometrics for fraud prevention, integration of blockchain for secure financial transactions. ഇനി നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഫിനാൻസിന്റെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിൽ വരുന്ന സബ് ടോപ്പിക്കുകളാണ് AI ഡ്രിവൺ പോർട്ട്ഫോളിയോ ഒപ്റ്റിമൈസേഷൻ, predictive analytics for investment decision, robo advisors and their impact on traditional portfolio management. നെക്സ്റ്റ് നമുക്ക് ഫിനാൻസിന്റെ അഞ്ചാമത്തെ ഏരിയ പരിചയപ്പെടാം. Financial forecasting, time series analysis and prediction in finance, volatility modeling using machine learning, market trend analysis with artificial intelligence. ഇനി ആറാമത്തെ ടോപ്പിക് ആയിട്ടുള്ള artificial intelligence in strategy and decision making. The subtopics are strategic planning with AI driven insights, decision support system using machine learning, artificial intelligence enhanced scenario analysis for business strategy. നെക്സ്റ്റ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ബാങ്കിങ് റിലേറ്റഡ് ടോപ്പിക്സ്. ബാങ്കിങ് റിലേറ്റഡ് ടോപ്പിക്സിന്റെ അണ്ടറിൽ വരുന്ന ചാറ്റ് ബോക്സ് ആൻഡ് വെർച്വൽ അസിസ്റ്റൻസ് ഇൻ ബാങ്കിങ് എന്നുള്ളതിന്റെ സബ് ടോപ്പിക്സുകൾ പരിചയപ്പെടാം. First of all, customer service enhancement through artificial intelligence, personalized financial advice using chatbots, security consideration in artificial intelligence driven banking interactions. Next, blockchain in banking, smart contracts for banking processes, decentralized finance, that is DEFI, and traditional banking, regulatory challenges in implementing blockchain in banking. ബാങ്കിങ്ങിൽ തന്നെ വരുന്ന മറ്റു ടോപ്പിക്കുകൾ തേർഡ് വൺ കസ്റ്റമർ സെഗ്മെന്റേഷൻ ആൻഡ് ടാർഗറ്റിംഗ്, AI driven customer segmentation in banking,
personalized marketing for banking products, improving customer experience through targeted AI strategies, loan approval and underwriting, automated loan approval processes with artificial intelligence, risk assessment using machine learning model, ethical consideration in AI-based lending decisions. Furthermore, cyber security in banking. The subtopics are AI for threat detection and prevention, biometric authentication and AI in banking security, adversarial attack on AI-based security system. And the sixth topic is e-commerce and AI. Recommendation system for e-commerce platforms, fraud detection in online transactions, supply chain and logistics optimization. അടുത്ത പ്രധാനപ്പെട്ട കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ AI റിലേറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രഡിക്റ്റീവ് അനലിറ്റിക്സ് ഫോർ കൺസ്യൂമർ ബിഹേവിയർ. ഈ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന സബ് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ആന്റിസിപ്പേറ്റിംഗ് കസ്റ്റമർ പ്രിഫറൻസ് യൂസിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, churn prediction and retention strategies, customer lifetime value prediction with machine learning. The second topic is personalized content recommendation system. അതിന്റെ സബ് ടോപ്പിക്കുകൾ, ഫസ്റ്റ് വൺ AI driven content curation for marketing, recommender system for e-commerce platform, dynamic content personalization using machine learning. Next, the third important topics of marketing is social media analytics with artificial intelligence. The subtopics are sentiment analysis for brand perception, influencer marketing optimization using artificial intelligence, real-time social media monitoring with machine learning. And the fourth topic is chatbox and conversational marketing. The subs are AI-powered chatbox for customer engagement, conversational marketing strategies using NLP, measuring the effectiveness of chatbox interaction. Next, the important area of commerce and management is taxation. Therefore, taxation related topics are, first of all, automated tax compliance. The subtopics are AI for tax document analysis and categorization, predictive modeling for tax liability estimation, blockchain and smart contracts in tax transactions. The second one is fraud detection in taxation, machine learning for detecting tax fraud patterns, anomaly detection in tax filings, tax evasion detection using AI algorithms. Continuing the tax related topics, third one, AI in tax planning, that is personalized tax planning using machine learning, optimizing tax strategies with predictive analytics, integrating artificial intelligence into tax advisory services. And next, moving to the business related topics. First of all, operational efficiency with artificial intelligence. The main subtopics are process optimization using artificial intelligence in business operations, automation of routine tasks with machine learning, AI-driven decision support for operational management. And the second main topic is customer relationship management with artificial intelligence. The subtopics are enhancing customer interaction with artificial intelligence, predictive lead scoring for sales team, AI-driven customer journey mapping. Next, the third topic is supply chain optimization, predictive analytics for demand forecasting, artificial intelligence in inventory management and logistics, sustainable
supply chain practices with artificial intelligence are the subtopics coming under the category of supply chain optimization. And the fourth main topic is strategic decision making with artificial intelligence. The subtopics are AI enhanced strategic planning for businesses, risk assessment and mitigation with machine learning, AI driven scenario analysis for business strategies. Next, the important topics is related with the human resources management. First of all, human resources and talent management. We have to check what are the subtopics related with the main theme. AI in recruitment and candidate screening. Employee performance prediction using machine learning. One more is workplace diversity and bias mitigation with artificial intelligence. Second topic is related with HRM, human resources and employee engagement. The subtopics are AI for resume screening and candidate matching, predictive analytics for employee performance, employee sentimental analysis using natural language processing, that is shortly called NLP. Next, AI related topics in customer relationship management, that is CRM. Personalization using AI algorithm, sentiment analysis of customer feedback, predictive analytics for customer behavior, using AI to enhance customer experience, personalized customer engagement strategy with machine learning, AI-driven customer feedback analysis for continuous improvement. Next, supply chain optimization with AI. Supply chain optimization, AI-മായി relate ചെയ്തിരിക്കുന്ന കുറച്ച് ടോപ്പിക്കുകൾ നോക്കാം. First of all, AI application for efficient supply chain management. Next, predictive analytics for demand forecasting and inventory optimization. Next one, blockchain and AI for end-to-end supply chain visibility. Fourth one, autonomous supply chain system. And the last one, blockchain and AI integration for supply chain transparency. Next, ethical and responsible AI in business. There are different topics related with the main theme. These are, first one, bias and fairnesses in AI algorithm. Second one, ethical consideration in automated decision making. Next, corporate social responsibility in AI adoption. AI for environmental impact assessment. Sustainable supply chain management with AI. Social responsibility metrics and AI analytics. AI application for sustainable and socially responsible business practices. Measuring and reporting CSR impact using AI analytics. The role of AI in achieving environmental and social goals. Next, AI and corporate governance. Ethical consideration in AI decision making for corporate boards. Role of AI in ensuring compliance and transparency. Legal and regulatory challenges in AI governance. Strategic and investment decision with machine learning. Okay, these are the topics related with artificial intelligence in commerce and management. നമ്മൾ ഏകദേശം കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിൽ കവർ ചെയ്യാവുന്ന എല്ലാ ഏരിയകളും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഫിനാൻസ്, ദെൻ ബാങ്കിങ്, മാർക്കറ്റിംഗ്, HRM, ടാക്സേഷൻ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് അഥവാ സോഷ്യലി റെസ്പോൺസിബിൾ ബിസിനസ് എന്നുള്ള ഏരിയകളിൽ നിന്നൊക്കെ കവർ ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും മെഷീൻ ലേണിംഗിന്റെയും റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷനെയും റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ ടോപ്പിക്കുകളാണ് ആസ് എ PG സ്റ്റുഡൻറ് എന്നുള്ള രീതിക്കും റിസർച്ച് സ്കോളേഴ്സിന് റിസർച്ച് ചെയ്യാവുന്നതും അതുപോലെ നമുക്ക് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാവുന്നതുമായിട്ട് ടോപ്പിക്കുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മടിക്കണ്ട. ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ query ആയിട്ട് ചോദിക്കാം. And again, thank you for watching the video.
and do subscribe for more videos. Thank you so much.